കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് വാ. അപ്പൊ ഞാനിവിടെ കുറച്ച് മാമ്പഴം ചെത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ പൂളി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള മാമ്പഴം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കൂടി ഒന്ന് ചെത്തി വെക്കാം. ഇത് ഇച്ചിരി പുളിയുണ്ട്. അപ്പൊ അത് കാരണം നമ്മളിത് കുട്ടിയുടെ കൂടെ കഴിക്കാനെടുക്കുന്നത്. നമുക്ക് നല്ല മധുരമുള്ള മാമ്പഴം ഇത് നമുക്ക് കുട്ടിയുടെ കൂടെ കഴിക്കാം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ പുട്ടുണ്ട്, അരിപ്പുട്ടാണ്. പിന്നെ നമ്മളിതാ മാമ്പഴം അതുപോലെ പൂളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും മാമ്പഴവും കൂടിയുള്ള കോമ്പിനേഷൻ നമുക്ക് നോക്കാം. നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആദ്യം പുട്ടും മാമ്പഴവും കൂടിയാണ് ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയുണ്ടത് കഴിച്ച് നോക്കിയാലോ. നമ്മളിതാ ഇവിടെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും? ഒരു പറയാൻ പറ്റാത്ത ടേസ്റ്റ് അല്ലേ? പിന്നെ മാംഗോയ്ക്ക് നല്ല കുഴപ്പമില്ലായിരുന്നു. ചെറിയ പുളിയുണ്ട് അല്ലേ? മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്. കുഴപ്പമില്ല കേട്ടോ. നമ്മള് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കത്തില്ലേ പുട്ടിന്റെ കൂടെ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് പറയത്തക്കൊരു ഇതില്ല. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്ന പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കൊള്ളാം. സൂപ്പർ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഒത്തിരി പേര് ഈ പുട്ട് മാമ്പഴം കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എങ്ങനെയായിരുന്നു ടേസ്റ്റ് എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കാമോ? അപ്പൊ നമുക്ക് തോന്നിയതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ നമ്മുടെ പുട്ടും ഉള്ള കോമ്പിനേഷൻ അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഴിച്ചു നോക്കിയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ.